പാലാ നഗരസഭയിലെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് പര്യവസാനമെന്ന സൂചന. തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചുവെന്നും ഈ വിവരം തങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാർക്ക് കൈമാറിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബിജു പുന്നത്താനം അറിയിച്ചു. പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക വലിയ ഔന്നത്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഇനി മുനിസിപ്പാലിറ്റിയിൽ സംജാതമാകാതിരിക്കുവാൻ ഒരു മേൽനോട്ടം, അത് എല്ലാ മുന്നണിയിലെ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സമിതി അതിനൊരു മേൽനോട്ടം വഹിക്കുകയും എല്ലാ മാസവും അതിനൊരു കൃത്യമായ യോഗങ്ങൾ ചേർന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകുമ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം അതും ഇതര കക്ഷികൾ സമ്മതിച്ചു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്ന് കൗൺസിലർമാരെ, കോൺഗ്രസ് കൗൺസിലർമാരെ, അതുപോലെ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കൗൺസിലർമാരെയും ഒക്കെ അറിയിച്ചു. അതിന് പ്രകാരം ഇനി പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച സ്ഥിതിക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആ നിർദ്ദേശം നമ്മളിപ്പോൾ കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കൗൺസിലർമാർ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്തോടു കൂടി ഇത്രയും വലിയ ഒരു നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായി തന്നെ കാണുകയാണ്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ പാലായിലെ മുനിസിപ്പൽ കൗൺസിലർമാർ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ വിവരം നമ്മൾ ഇന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. കൊട്ടാരമറ്റം ബസ് ടെർമിനൽ സ്ഥാപിച്ച ഓട്ടോ സ്റ്റാൻഡിന് നിയമവിധേയമായ അംഗീകാരം നൽകുക, കോൺഗ്രസ് കൗൺസിലർക്കെതിരായ മോഷണ പരാതി പിൻവലിക്കുക, മായ രാഹുൽ രാജിവെക്കുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുക, ഭരണ മേൽനോട്ടത്തിനായി UDF നേതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കുക എന്നീ 4 നിർദ്ദേശങ്ങളാണ് കൗൺസിലർമാരുടെ കൂടി നിർദ്ദേശങ്ങൾ കേട്ട ശേഷം പാർട്ടി നേതൃത്വം സ്വതന്ത്ര മുന്നണിക്ക് മുന്നിൽ വെച്ചത്. നഗരസഭയിൽ പ്രാതിനിധ്യമുള്ള ഇതര UDF കക്ഷികളായ കേരള കോൺഗ്രസ്, KDP എന്നിവർക്ക് മുന്നിലും കോൺഗ്രസ് ഈ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഉപാധിരഹിതമായി അംഗീകരിക്കാൻ സ്വതന്ത്ര മുന്നണിയും ഇതര ഘടകകക്ഷികളും തയ്യാറാവുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് N സുരേഷ്, DCC ജനറൽ സെക്രട്ടറി സതീഷ് ചൊള്ളാനി, മണ്ഡലം പ്രസിഡന്റ് തോമസ് നെച്ചിക്കാട്ട് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.